പാചകവാതകത്തിന് വില വർദ്ധിച്ചു. ഗാർഹിക സിലിണ്ടറിനും വാണിജ്യ സിലിണ്ടറിനും വർധനവുണ്ട്. സിലിണ്ടർ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പാചകവാതക സിലിണ്ടറുകൾക്ക് ക്ഷാമമില്ലെന്ന് വിതരണക്കാർ വ്യക്തമാക്കി. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന് 60 രൂപയും വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 115 രൂപയുമാണ് വർദ്ധിച്ചത്. വെള്ളിയാഴ്ച വിലവർദ്ധനവ് പ്രാബല്യത്തിലാവുകയും ചെയ്തു. ഗാർഹികാവശ്യത്തിനുള്ള സിലിണ്ടർ വിതരണത്തിൽ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 25 ദിവസത്തിന് ശേഷമേ രണ്ടാമത്തെ സിലിണ്ടർ ലഭ്യമാവുകയുള്ളൂ. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് പാചകവാതകത്തിന് ലഭ്യത കുറവാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ക്ഷാമമുണ്ടായിട്ടില്ലെന്ന് ഗ്യാസ് ഏജൻസി നടത്തിപ്പുകാരുടെ സംഘടനാ ഭാരവാഹിയായ ജോർജ് മാത്യു പറഞ്ഞു. വീട്ടുപയോഗത്തിനുള്ള പാചകവാതകത്തിന് 60 രൂപ വില വർധനവുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോട്ടലുകളിലും മറ്റും വിതരണം ഉപയോഗിക്കുന്ന നോൺ ഡൊമസ്റ്റിക് LPGക്ക് 115 രൂപയോളം കിലോയ്ക്ക് വില കൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്ക് 25 ദിവസത്തിൽ ഒരെണ്ണം എന്ന ഒരു നിയന്ത്രണം കൂടി വന്നിട്ടുണ്ട്. നിലവിൽ വലിയ ആശങ്കയ്ക്ക് വകയില്ല. 25 ദിവസത്തിൽ ഒരെണ്ണം തരാൻ പാകത്തിനുള്ള സ്റ്റോക്ക് എല്ലായിടത്തും ഉണ്ട്. സംഘർഷം അവസാനിക്കുന്ന മുറയ്ക്ക് പഴയ നിലയിലേക്ക് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓയിൽ കമ്പനികളുടെ സ്റ്റോക്ക് 40 ദിവസത്തേക്കുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് തീരുന്നതിന് മുമ്പ് തന്നെ ഈ സംഘർഷാവസ്ഥ പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് ഏജൻസികൾ തിരക്കേറിയിരിക്കുകയാണ്. ക്ഷാമം ഉണ്ടാകുമെന്ന ആശങ്കയാണ് കാരണം. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലവർദ്ധനവ് ഹോട്ടൽ നടത്തിപ്പുകാരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് GTV ന്യൂസ്.